ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഈ ഒരു ചുരിദാറിലാണ് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്കിലും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആയിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ നെക്കും അതേപോലെ തന്നെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതൊരു എലൈൻ ടോപ്പായിട്ടാണ് കേട്ടോ വരുന്നത്, സ്ലിറ്റ് ടോപ്പല്ല. അപ്പോൾ ഞാനൊന്ന് ഷേപ്പ് അടിച്ചു കൊടുത്തിട്ടില്ല. ഇത് നെക്കൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ, ആര്യ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡിൽ വെക്കാനായിട്ടാണ് സൈഡൊന്നും അടിച്ചു കൊടുക്കാതിരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഈ ഒരു നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ഔട്ട്ലൈന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ നോർമൽ നമ്മുടെ മിഷ്യൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ആര്യ വർക്ക് ചെയ്യുന്നത്. അത് ഒരെണ്ണമല്ല, രണ്ട് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതാണ് കേട്ടോ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയത്. ഒരെണ്ണൊക്കെ ആവുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ, ഇതാവുമ്പോൾ കുറച്ചുകൂടി നല്ല ബലത്തിൽ കിടക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഒത്തിരി പേർക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ലൈന് ഇതുപോലെ ഈ ഒരു വി ഷേപ്പിൽ തന്നെ ഞാൻ ഒരു ഔട്ട് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലത്തെ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഗോൾഡൻ ബീഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ആ ഒരു ബോർഡർ ഡിസൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ ലൈൻ ഇതുപോലെ ഗോൾഡൻ ബീഡ് കൊണ്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മുത്തുകളുടെ എണ്ണല്ല വലിപ്പം കമ്മിയാക്കിയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഒന്നുകൂടി വേണമെങ്കിൽ വലുത് വേണമെങ്കിലും വെക്കാം, ചെറുതും വെക്കാം, അല്ലെങ്കിൽ അതിനും ചെറുതും വെക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഈ ഒരു ഡിസൈന് ഈ ഒരു വലുപ്പത്തിലുള്ള ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഞാൻ വെറുതെ ഭംഗിയുണ്ട് എന്ന് പറയല്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റത്തെ ഒന്ന് ലുക്ക് ഒന്ന് കണ്ടിട്ട് പറയണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ട് കൊടുത്ത ആ ഒരു ലൈന് ഇതിൻ്റെ ഈ ഗോൾഡൻ ബീഡ്സിൻ്റെ താഴെയായിട്ടും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ 3 ലൈനാണ് ഇപ്പോൾ നെക്കിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നോർമൽ ഇതുപോലെ ഒരു നീഡിലും ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഞാൻ ആര്യ വർക്കല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ കൈകൊണ്ട് ഇതെടുക്കാനാണ് ഇങ്ങനെ. പക്ഷേ ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈനിലുള്ള ഈ ഒരു ലൈൻസ് ഒക്കെ എനിക്ക് ആര്യ വർക്ക് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അതായത് അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇതുപോലെ നോർമൽ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആര്യ വർക്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് നിങ്ങളും ചെയ്തെടുക്കുക. അപ്പം ഞാനിതാ ഇവിടെ ഇതുപോലെ നമ്മുടെ കട്ട് ബീഡ്സ് കൊണ്ട് ഒരു 6 ആഗ് പോലെ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ 2 കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഞാനിവിടെ 6 ആഗ് ചെയ്തെടുക്കുന്നത്. സോറി, 2 അല്ല കേട്ടോ, 3 3 കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അതെന്താണെന്നറിയോ, ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കുറേ ആയി കേട്ടോ, എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്രയും ഈ ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എത്ര ഈ ബീഡ്സാണ് വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ 3 തന്നെയാണ് ഞാനിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇതുപോലെ ഒരു 6 ആഗ് പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഈ ഒരു വർക്ക് കിട്ടാനായിട്ട് കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുപോലെ ഒരു ബ്രൈഡൽ ബ്ലൗസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു കസിൻ തന്നെയാണ് ഈ ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഇതുപോലെ ആ ഒരു വർക്ക് കണ്ടപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്കും ഇതുപോലെ ഒരു ചുരിദാറിൽ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു വർക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ 6 ആഗ് ചെയ്തതിൻ്റെ ഇടയിൽ ആ 2 ഗ്യാപ്പിൽ ആ ഒരു വി വരുന്ന ആ ഓരോ ഗ്യാപ്പിലും ഇതുപോലെ സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വർക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എനിക്കൊരു സാരിയാണ് കേട്ടോ ഈ ചേച്ചി കൊണ്ടുവന്നത്. അപ്പോൾ ആ സാരിയിൽ ഞാൻ 2 ചുരിദാറാണ് ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്ന് എലൈൻ ടോപ്പും ഒന്ന് സ്ലിറ്റ് ടോപ്പുമാണ് കേട്ടോ. അപ്പോൾ സ്ലിറ്റ് ടോപ്പിലും ഞാൻ ഇതുപോലെ നെക്കിലും സ്ലീവിൻ്റെ എൻഡിലും പിന്നെ സ്ലീവിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒരു ഡിസൈനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ പുറകിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നിങ്ങൾ ഈ ഓണത്തിനൊക്കെ നമ്മുടെ സെറ്റിൻ്റെ ചുരിദാറിലോ അല്ലെങ്കിൽ നമ്മൾ പട്ടുപാവാടയൊക്കെ ബ്ലൗസിൻ്റെ നെക്കിലോ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും ചെയ്യും. അത്യാവശ്യം നല്ലൊരു അടിപൊളി ലുക്ക് തരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പം അറിയില്ല, ഇതിൻ്റെ ലാസ്റ്റേ അറിയുള്ളൂ. ഞാൻ കുറേ നേരമായി ലാസ്റ്റേ അറിയുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ലാസ്റ്റ് എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ആ ഒരു വി വരുന്നതിൻ്റെ നമ്മുടെ എൻഡ് ഇങ്ങനെ കൂർത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ എന്താ പറയുക, ഈ ഡ്രോപ്പ് ബീഡ് ഉണ്ടല്ലോ, അത് സ്മാൾ സൈസിലുള്ളതാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ സൈസിലുള്ളതാണ്, വലുതല്ല. അതെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു വി ആയിട്ട് അതിൻ്റെ കൂർത്ത ഭാഗം മറ്റേ വീട് കൂടുതലായിട്ട് ഇതുപോലെ എൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം തുന്നി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ, ഒരു വി ഷേപ്പ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ ആ ഒരു ഇതിലോട്ട് നമ്മൾ എവിടെ നിന്നാണോ സെൻറ്റർ ഭാഗത്ത് കുത്തിയിറക്കിയത് അതേപോലെ തന്നെ അവിടേക്ക് ആ ഒരു മുത്തിട്ടിട്ട് ആ സെൻറ്റർ ഭാഗത്ത് തന്നെ കുത്തിയിറക്കണം കേട്ടോ. ഇതുപോലെ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നൂലുകൾ നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കെട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുറച്ചധികം നൂലുകൾ ഇതേപോലെ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഒരു എന്താ പറയുക, നമുക്ക് തയ്ക്കാൻ പാകത്തിന് മാത്രമുള്ള ത്രെഡ് എടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും ഇതുപോലെ കൂടുതൽ ത്രെഡ് എടുത്തിട്ട് തന്നെ ചെയ്യാറ്. ചില സമയത്ത് കഴിയാറാവണ സമയത്താവും ചിലപ്പോൾ കെട്ടാവും. അപ്പോൾ അത് അഴിച്ചാലും കിട്ടില്ല, കുറേ അതുമ്പോൾ നമ്മൾ സമയം കളയും. എന്നാലും എനിക്ക് അത്യാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കെട്ട് വരാറുള്ളൂ. അപ്പം ഈ ഒരു വി ഷേപ്പ് കൊടുത്തതിന് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഷുഗർ ബീഡും അതുപോലെ തന്നെ നമ്മളുടെ വലിയ ഗോൾഡൻ ബീഡും ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അത് ഇനി അടുത്തത് ഇതേപോലെ തന്നെ ആ ഒരു അടുത്ത വീട് എൻഡ് ഭാഗത്തായിട്ട് ഇതുപോലെയും ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ ഒരു വർക്ക് മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ചേച്ചിക്ക് വീണ്ടും ഞാൻ ചെയ്ത വർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ചുരിദാർ തയ്ക്കാനായിട്ട് തന്നിട്ടുണ്ട്. ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഓണാകുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞിരുന്നു. ഓണമല്ല, ഒരു 31-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും സന്തോഷം. നമ്മുടെ വർക്ക് കണ്ടിട്ട്, എൻ്റെ നീറ്റ്നെസ് കണ്ടിട്ട് ആ ചേച്ചി കുറേ എൻ്റെ വർക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ബാക്ക് വശം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ ഓരോ മുത്തുകളും നല്ല രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമായി ആ ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ വർക്ക് കൂടി അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അതിലെനിക്ക് വർക്ക് ചെയ്യാനായിട്ടില്ല, ഓൾറെഡി അത് വർക്കുള്ള ചുരിദാറാണ്. പക്ഷേ എനിക്ക് വേറെ ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ, എടുക്കുമ്പോൾ. അതായത് അത് ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണേ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണേ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു മടുപ്പ് പോലെ തോന്നില്ലേ, പക്ഷെ എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വന്നിട്ടുള്ളത്. കാണാനായിട്ട് നല്ല ഭംഗിയിലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടിയും ഇത് നിങ്ങൾ കണ്ടിട്ട് പറയണേ. അപ്പം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. അത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.